ജില്ല തിരിച്ച് കാലാവസ്ഥ പ്രവചിക്കുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ്? ഒരു ബൗണ്ടറി ഇല്ലാത്ത ഒന്നാണ് വെതർ. പൊളിറ്റിക്കലില്ല, ഒരു രീതിയിലുള്ള ബൗണ്ടറിയോ അല്ലെങ്കിൽ സെഗ്രിഗേഷനോ ഇല്ല. നമ്മൾ പ്രകൃതിയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പ്രകൃതി ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത, അത് കമ്പ്യൂട്ടർ മോഡലിനാണെങ്കിൽ പോലും അത് 100% കൃത്യതയോടെയല്ല ഇപ്പോഴും പറയുന്നത്. മഴയായാലും കാറ്റായാലും ഒരു സംഗതി പ്രവചിക്കാൻ വേണ്ടി നമ്മൾ അടിസ്ഥാനമാക്കുന്ന ബേസിക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? മൺസൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്ലോബൽ ഫിനോമിന എന്ന് നമുക്ക് പറയാൻ പറ്റും. ആക്ച്വലി ഞങ്ങൾ റെയിൻഫോൾ അല്ല ഞങ്ങൾ നോക്കുന്നത്. ഗ്രീൻ ഉണ്ടെങ്കിൽ മഴയില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അൾട്രാ വയലറ്റ് കിരണങ്ങളില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. അളവിൽ കൂടുതൽ വരുമ്പോൾ ഉള്ളതാണ് ഈ പ്രശ്നം. ജപ്പാനിൽ മഴ പെയ്യുന്നത് നമ്മളുടെ പശ്ചിമഘട്ടത്തിലെ മേഘങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ്. എൽ നീനോ എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കയുടെ അടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ കേരളത്തിലെ മൺസൂണിനെ സ്വാധീനിക്കുന്നത്. കേരളം ഏറ്റവും കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം മാറ്റിയിട്ടുണ്ട്. 2024 നമുക്ക് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഇത് തുടർന്ന് പോകാനുള്ളൊരു സാഹചര്യവും ഉണ്ടാവാം. മഴയെ അനുഗ്രഹമായി കണ്ടിരുന്ന കേരളം അതിതീവ്ര സാഹചര്യങ്ങളിലേക്ക് എത്തിയതെങ്ങനെ? കാലാവസ്ഥാ പ്രവചനങ്ങളെ തമാശയോടെ കണ്ടിരുന്ന നമ്മളെ അലേർട്ടുകളെ ഗൗരവമായി കാണുന്നതിലേക്ക് മാറ്റിയതിൽ നിരീക്ഷണ സംവിധാനങ്ങൾക്കുള്ള പങ്കെന്താണ്? കാലാവസ്ഥാ ശാസ്ത്രജ്ഞ എന്ന നിലയിൽ 2.5 പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയവുമായി സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെ നയിക്കുന്ന അതിന്റെ മേധാവി നീത കെ ഗോപാൽ. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥാ നിരീക്ഷണ ചരിത്രം പലർക്കും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ കാലാവസ്ഥാ നിരീക്ഷണ ചരിത്രം എന്നുള്ളതിനേക്കാൾ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ചരിത്രം എന്ന് പറയാം. ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിതമായിട്ട് 150 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ 151ാമത്തെ വർഷമാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ ശാസ്ത്രം ഒരു ഒബ്സർവേഷണൽ സയൻസ് അല്ലെങ്കിൽ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കി തുടങ്ങിയ ഒരു ശാസ്ത്ര ശാഖയാണ്. തുടങ്ങിയപ്പോൾ ഒബ്സർവേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള നിരീക്ഷണങ്ങൾ തുടങ്ങി. പ്രത്യേകിച്ചും ട്രേഡേഴ്സ്, ഈ നമ്മളുടെ ഒരുവിധപ്പെട്ട എല്ലാ ശാസ്ത്രശാഖകളും തുടങ്ങിയത് മറീനേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും മീറ്റോളജി അല്ലെങ്കിൽ വെതർ ഫോക്കാസ്റ്റ്, വെതർ സയൻസ് എന്ന് പറഞ്ഞത് ട്രേഡേഴ്സാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ കപ്പൽ മാർഗം വ്യാപാരത്തിന് പല ദിക്കുകളിലേക്ക് പോയപ്പം അവരുടെ കപ്പലിൻ്റെ സഞ്ചാരത്തിന് അനുകൂലമായിട്ടുള്ള കാറ്റ് എവിടെ എങ്ങോട്ടേക്ക് വീശുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ കപ്പൽ സഞ്ചാരത്തിന് തടസ്സമാവുന്ന രീതിയിലുള്ള അതിശക്തമായിട്ടുള്ള കാലാവസ്ഥ സ്ഥിതിവിശേഷങ്ങളും എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ഈ ഇന്നത്തെ മോഡേൺ കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയതെന്ന് പറയാം. അപ്പോൾ ഈ 150 വർഷം എന്ന് പറയുന്നത് തന്നെ ഇത് തുടങ്ങിയത് അന്ന് ബ്രിട്ടീഷേഴ്സ് ഇത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് തുടങ്ങി ഒരു ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ഒബ്സർവേറ്ററി തുടങ്ങിയ വർഷത്തെയാണ് നമ്മൾ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്ഥാപന വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മോട്ടോ ആയിട്ടുള്ള ആദിത്യ ജായതേ വൃഷ്ടി, അതായത് സൂര്യനിൽ നിന്നും മഴ ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ. അപ്പോൾ സൂര്യനാണ് ഈ കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനും ഒക്കെ ഒരു കാരണം എന്നുള്ളത് പണ്ട് തൊട്ടേ നമ്മുടെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നു എന്ന് പറയാം. പിന്നെ അതുപോലെ മറ്റു ചില സ്ക്രിപ്റ്റുകളിലെല്ലാം കൂടുതൽ മഴ കിട്ടിയാൽ നമുക്ക് വളരെ കൂടുതൽ കൃഷി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സമ്പന്നതയുടെ ഒരു കാലം എന്നുള്ള രീതിയിൽ കണക്കാക്കിയിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഇങ്ങനെയുള്ള ഒബ്സർവേഷൻസ് ഉണ്ട്. 100 വർഷത്തേക്കിന് ഇപ്പുറത്തേക്കാണ് ഇങ്ങനെയുള്ള ഒബ്സർവേറ്ററികളുടെ എണ്ണം കൂടി. പിന്നെ മോഡേൺ ഒബ്സർവേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചു. പിന്നെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം റഡാറുകൾ നമ്മൾ കാലാവസ്ഥ നിരീക്ഷണത്തിൽ ഉപയോഗിച്ചു. അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചുവടുവെപ്പായിരുന്നു. അതിനുശേഷം 60കളിൽ സാറ്റലൈറ്റ് തുടങ്ങി. പിന്നെ ഇങ്ങോട്ടേക്ക് ഒബ്സർവേഷണൽ ടെക്നിക്സിലും സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വന്ന വ്യതിയാനം, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ വന്ന വ്യത്യാസം, കമ്പ്യൂട്ടേഷണൽ ടെക്നോളജിയിൽ വന്ന അഡ്വാൻസ്മെൻറ്റ്, ഇതെല്ലാം എന്താ പറയുക സ്വായത്തമാക്കിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്.
ഇതാണ് ഏറ്റവും സംക്ഷിപ്തമായിട്ടുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ കാലാവസ്ഥാ പ്രവചനങ്ങൾക്ക് ഒരു 1-2 പതിറ്റാണ്ട് മുമ്പ് വരെയും ചെറിയൊരു ട്രോൾ സ്വഭാവം പോലും ഉണ്ടായിരുന്നു. ഈ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന മട്ടിലൊക്കെ പരിഹസിക്കപ്പെട്ടിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് IMD ഇപ്പോൾ എത്രത്തോളം മാറിയിട്ടിട്ട് എന്തൊക്കെയാണ് ഇന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ? എങ്ങനെയോ ഈ കാലാവസ്ഥയും കാലാവസ്ഥ പ്രവചനത്തെ പറ്റി ഭയങ്കര നെഗറ്റീവായിട്ടൊരു ഒരു 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 ചിന്ത വന്നുപോയി മനസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പെയ്യാനും പെയ്യാതിരിക്കാനും എന്നുള്ള ആ കാലമൊക്കെ ഒന്ന് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അത് ഒന്ന് ഈ നമ്മളുടെ ഈ ഇന്ത്യ ഇരിക്കുന്ന അതിൻ്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ കാലാവസ്ഥ പ്രവചനം കുറച്ച് ബുദ്ധിമുട്ടാകുന്നതെന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഭൂമധ്യരേഖയോടൊക്കെ അടുത്ത് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാലാവസ്ഥ പ്രവചനത്തിൻ്റെ സാധ്യത കുറച്ച് അല്ലെങ്കിൽ പ്രെഡിക്റ്റബിലിറ്റി എന്ന് പറയുക അല്ലെങ്കിൽ പോസിബിലിറ്റി കുറച്ച് കുറവാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ വടക്കോട്ടേക്ക് പോയാൽ ഈ UK അല്ലെങ്കിൽ അങ്ങനെയുള്ള തണുത്ത രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ കാലാവസ്ഥ പ്രവചനം കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ ആ ഒരു കാര്യം പലരും മറന്നുകൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനം എപ്പോഴും തെറ്റാണെന്ന് പലരും പറയുന്നത്. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. കാരണം പ്രെഡിക്റ്റബിലിറ്റി എന്നാണ് അതിന് പറയുന്നത്, വളരെ കുറവാണ്. നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കാര്യമുള്ളത് കൊണ്ടായിരിക്കും എല്ലാവരും ഈ കാലാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു നെഗറ്റീവ് വെളിച്ചത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാണുന്നത്. ടെക്നോളജിയിലെ എല്ലാ മേഖലയിലും, കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ മേഖലകളിലും, കമ്പ്യൂട്ടേഷണൽ ടെക്നോളജിയിൽ വന്ന എല്ലാ മാറ്റങ്ങളും ഇതെല്ലാം IMD അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് പറയാൻ പറ്റും. ഐ ഓപ്പണർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് 1999 ഒറീസ സൈക്ലോൺ എന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മളൊരു മോഡേണൈസേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റുകളൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഒരു ദുരന്തത്തിൽ നിന്നാണ്, പക്ഷെ എന്നാലും ഒരു റീവാമ്പ് ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും തോന്നിയ ഒരു ഇവൻ്റ് അതായിരുന്നു. പിന്നെ അതിനു മുൻപ് ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ മഴയുടെ സാധ്യത, പ്രവചന സാധ്യത അത് അത്രയും കൂടെ സക്സസ്ഫുൾ ആയിരുന്നില്ല എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളായിരുന്നു. മാനുവലായിട്ട് ഒബ്സർവേഷൻസ് എടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം നമുക്ക് കുറേ ഒബ്സർവേറ്ററികളുണ്ട്, പല തലത്തിലുള്ളത്. സർഫസ് ലെവലിലുള്ള, അതായത് നമ്മൾ ഭൂതലത്തിനനുസരിച്ചുള്ള അവിടുത്തെ ഒബ്സർവേഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക. പിന്നെ അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന നിലയിലുള്ള ഒബ്സർവേഷൻസ്, പിന്നെ റഡാറുകൾ, സാറ്റലൈറ്റ്സ്, പിന്നെ സമുദ്രത്തിൽ നിന്നുള്ള പല രീതിയിലുള്ള ഒബ്സർവേഷൻസ്, ഇതെല്ലാം നമ്മൾ കാലാവസ്ഥ പ്രവചനത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒബ്സർവേഷൻസ് എല്ലാം നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വെതർ ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു മാപ്പിൽ ഇത് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ മാനുവലായിട്ട് ഒരു ഫോർകാസ്റ്റ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഉള്ള ഇൻഫറൻസ്, അതായത് മുന്നോട്ടെങ്ങോട്ട് എങ്ങനെയാണ് കാലാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഇൻഫർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ മാനുവലായിട്ട് ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഒരു ഫോർകാസ്റ്ററുടെ പ്രവൃത്തി പരിചയം, അയാളുടെ അറിവ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി അത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരു 3 ദിവസത്തിനപ്പുറത്തേക്ക് നമുക്കത് പറയാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ നമുക്ക് അതിനുള്ള ആ സയൻസ്. അതിന് സിനോപ്റ്റിക് മീറ്ററോളജി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സിനോപ്റ്റിക് മീറ്ററോളജി അനുസരിച്ചിട്ട് നമുക്ക് 72 മണിക്കൂറിനപ്പുറത്തേക്ക് കാലാവസ്ഥ പ്രവചിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഏരിയ സ്പെസിഫിക് ആയിട്ട്, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഭൂവിഭാഗത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഭാഗത്തോ എത്ര പെയ്യും എങ്ങനെ പെയ്യും എന്നുള്ളതിനെ പറ്റി അത്ര കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ സാഹചര്യത്തെ, ഇന്നത്തെ സാഹചര്യത്തെ നമ്മൾ കുറച്ച് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, എന്നിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ കാലാവസ്ഥയും പ്രവചിക്കുക എന്നുള്ളൊരു രീതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിസ് എന്ന് പറയുന്ന ഈ സിനോപ്റ്റിക് മീറ്ററോളജി അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു സങ്കേതങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് മനുഷ്യനേക്കാളും വേഗത്തിലും കുറച്ചുകൂടെ കൃത്യതയിലും ചെയ്യാൻ പറ്റുന്ന കമ്പ്യൂട്ടറുകളായതുകൊണ്ട് കമ്പ്യൂട്ടർ വഴി ഇത് അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസത്തേക്ക് 10 ദിവസത്തോളം നമുക്കിത് ചെയ്യാൻ പറ്റും ഫോർകാസ്റ്റിംഗ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ കൃത്യത കൂടി മനുഷ്യനെ അനലൈസ് ചെയ്യാനേക്കാളും കൂടുതൽ ഡാറ്റ കമ്പ്യൂട്ടറിന് അനലൈസ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ കൃത്യതയിലും കൂടുതൽ ഫ്രീക്വൻസിയിലും, അതായത് നമുക്ക് 1 മണിക്കൂറിനപ്പുറത്തേക്കുള്ള കാലാവസ്ഥ തൊട്ട് 10 ദിവസം വരെയുള്ള കാലാവസ്ഥയൊക്കെ ഒരു 4-5 മണിക്കൂർ കമ്പ്യൂട്ടർ റൺ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇന്നും ഫോർകാസ്റ്റിങ്ങിൽ സിനോപ്റ്റിക് മീറ്ററോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കമ്പ്യൂട്ടറും അഡ്വാൻസ്മെൻറ്റും ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസും ഒക്കെ ഉണ്ടെങ്കിലും പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത അത് കമ്പ്യൂട്ടർ മോഡലിനാണെങ്കിൽ പോലും അത് 100% കൃത്യതയോടെയല്ല ഇപ്പോഴും പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്.
ഒന്ന് അത് ഉപയോഗിക്കുന്ന നമ്മൾ പ്രകൃതിയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. പ്രകൃതി ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് എപ്പോഴും ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചില അപ്രോക്സിമേറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ എപ്പോഴും 1% എറർ എപ്പോഴും അവിടെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, നമ്മുടെ ഒബ്സർവേഷൻസ്, അതെപ്പോഴും അതും എന്താ ഒരു റിപ്രസെൻറ്റേഷണൽ വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്പോട്ടിലും നമ്മൾ ഒബ്സർവേഷൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ലാൻഡ് യൂസിൽ പല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ പല പ്രകൃതിയായിരിക്കാം, പല ലാൻഡ് സർഫസ് ആയിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴും ഒരു അപ്രോക്സിമേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ അപ്രോക്സിമേഷൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എൻഡ് റിസൾട്ടിലും അപ്രോക്സിമേഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ശതമാനം എറർ വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ കാലാവസ്ഥ ഏജൻസികൾക്കും അവരുടെ സ്വന്തമായിട്ടുള്ള ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് ഉണ്ട്. പക്ഷേ ഒരു മോഡൽ പോലും ഇന്ന് വരെ 100% കൃത്യതയോ അല്ലെങ്കിൽ ഒരു പരിധിയിലപ്പുറത്തേക്ക് അതിന് കൃത്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പല ഏജൻസികളും അവനവൻ്റെ രാജ്യത്തോ അല്ലെങ്കിൽ അവനവൻ്റെ ഭൂഖണ്ഡത്തിനോ സ്യൂട്ടാവുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടാണ് പലരും ഫോർകാസ്റ്റുകൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എറർ പെർസെൻറ്റേജ് എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ കൃത്യത കൂടി എന്ന് പറയുമ്പോഴും ഒരു എന്താ പറയുക, ഒരു 100% ഒരിക്കലും തിയററ്റിക്കലി പോസിബിൾ അല്ല. പക്ഷെ എന്നാൽ പോലും അതിനടുത്തേക്ക് പോലും പോകണമെങ്കിൽ ഇനിയും മുന്നോട്ടേക്ക് ഒത്തിരി റിസർച്ചും അതിനനുസരിച്ചുള്ള ഈ പറഞ്ഞ റിഫൈനിങ് പ്രോസസ്സും നടക്കേണ്ടിയിരിക്കുന്നു. കാലാവസ്ഥ പ്രവചിക്കുക എന്ന് പറയുന്നത്, ഒരു പ്രവചനം എന്ന് പറയുന്നത് എപ്പോഴും അതിമാനുഷികമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പം മഴയായാലും കാറ്റായാലും ഒരു സംഗതി പ്രവചിക്കാൻ വേണ്ടി നമ്മൾ അടിസ്ഥാനമാക്കുന്ന ബേസിക് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ ഒബ്സർവേഷൻസ് ഒറ്റ വാക്ക് പറഞ്ഞല്ലോ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അന്തരീക്ഷ മർദ്ദം. നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ചും അന്തരീക്ഷ മർദ്ദം വളരെ വലിയൊരു അന്തരീക്ഷ മർദ്ദത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ആണ് നമ്മൾ കാലാവസ്ഥയെ പറ്റി ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു ഘടകം. പിന്നെ കാറ്റിൻ്റെ വേഗത, അതിൻ്റെ ദിശ, പിന്നെ അന്തരീക്ഷ താപനില, പിന്നെ നമുക്ക് ആർദ്രത അല്ലെങ്കിൽ എത്രമാത്രം നീരാവി അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും നീരാവി അന്തരീക്ഷത്തിൽ ധാരാളം ഇല്ലെങ്കിലും മഴയൊന്നും പെയ്യില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത് പല രീതിയിൽ നമ്മൾ നിരീക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മൾ മനുഷ്യർ ഒബ്സർവേറ്ററികളുണ്ടല്ലോ, IMDയുടെ ഒബ്സർവേറ്ററി, അവിടെ ചെയ്യാം. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാരാമീറ്റേഴ്സ് അസസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് വെതർ ഒബ്സർവിങ് സിസ്റ്റംസ്, പിന്നെയാണ് റഡാറുകൾ, പിന്നെ സാറ്റലൈറ്റ്സ്. പിന്നെ ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഓഷ്യനിലും ഉണ്ട്. അപ്പോൾ ചില ഷിപ്പുകൾ റിപ്പോർട്ട് ചെയ്യും, വെതർ റിപ്പോർട്ട് ചെയ്യും. പിന്നെ അതുപോലെ ചില ഈ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് നമുക്ക് ഭൂമിയിലുള്ള പോലെ തന്നെ സമുദ്രത്തിലും, അതിന് ബുയി എന്നാണ് പറയുക. അത് നമുക്ക് അന്തരീക്ഷത്തിലെ പാരാമീറ്റേഴ്സ് കൂടാതെ സമുദ്രത്തിലുള്ള ചില പാരാമീറ്റേഴ്സും കൂടി അഡീഷണൽ ആയിട്ട് തരും. പിന്നെ എയർക്രാഫ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യും. എയർക്രാഫ്റ്റുകൾ അവരുടെ റൂട്ടിൽ അവരും അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പല സോഴ്സുകളുണ്ട് ഒബ്സർവേഷൻസ് കിട്ടാനായിട്ട്. ഇപ്പോൾ 2025 മൺസൂൺ നേരത്തെ തുടങ്ങുമെന്ന് പ്രവചിക്കുകയുണ്ടായി. അത് പറഞ്ഞ പോലെ തന്നെ നടക്കുകയും ചെയ്തു. അപ്പം ഈ നേരത്തെ വരാൻ എന്ത് വ്യതിയാനമാണ് ഇതിൽ കാരണമായത്? മൺസൂൺ അല്ലെ കേരളത്തിലെ മൺസൂൺ എന്ന് പറയുന്നത് നമ്മൾ വളരെ ലോക്കലൈസ്ഡ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. കാരണം മൺസൂൺ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഗ്ലോബൽ ഫിനോമിന എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ മൺസൂൺ കാറ്റ് നമ്മുടെ ഇവിടെ വരുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ കാറ്റെന്ന് പറഞ്ഞാൽ ഇത് ഉത്ഭവിക്കുന്നത് മഡഗാസ്കർ ഐലൻഡിനടുത്തുള്ള ഒരു ഹൈ പ്രഷർ ഏരിയ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ മഹാസമുദ്രത്തിൻ്റെ തെക്ക് ഭാഗത്തു നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. അത് ഭൂമധ്യരേഖ കടക്കുമ്പോൾ നമ്മുടെ ഈ സെൻസ് ഓഫ് റൊട്ടേഷൻ മാറും. അതായത് ക്രോസ് ചെയ്യുമ്പോൾ ഈ ദിശാഭ്രംശം വരും എന്ന് പറയാം, അല്ലെങ്കിൽ ദിശയിൽ മാറ്റം വരും. അങ്ങനെ വരുമ്പോഴാണ് ഇത് തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്നത് ഇക്വറ്റോറിയൽ ക്രോസ് ചെയ്താണ് സൗത്ത് വെസ്റ്റ് ആയിട്ട് വരുന്നത്. അതാണ് നമ്മൾ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത്. അപ്പം തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഈ റീജിയണൽ അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള പല പാരാമീറ്റേഴ്സ് ഉണ്ട് മൺസൂണിനെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് പൊസിഷനിലായോ, അത് ഫോം ചെയ്തോ, ഉണ്ടെങ്കിൽ അത് പൊസിഷനിലാണോ, ഒരു നമ്മൾ ക്ലൈമറ്റോളജി ഒത്തിരി വർഷങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു ശരാശരി ഇവരുടെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെങ്തും അതിൻ്റെ പൊസിഷനും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അത് യഥാസമയത്ത് എത്തിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ മൺസൂണിൻ്റെ പ്രോഗ്രഷൻ നമ്മൾ പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൻ്റെ ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഒരുപാട് ചലഞ്ചിങ് ആണ്. ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ
നമ്മൾ ലെങ്ത്തിലാണ് കിടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ട് എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ട്. കുറച്ചുകൂടി പരന്ന സ്ഥലങ്ങളിൽ കുറേ എളുപ്പമായിരിക്കും ചിലപ്പോൾ ഫോർകാസ്റ്റിംഗ്. അപ്പം എന്നിട്ടും നമുക്കൊരു 80% അക്യൂരസി ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ചലഞ്ചസിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? ചാലഞ്ചസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കുന്നത് വെച്ചാൽ ഇതിന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതായത് ഈ എത്ര ഉയരത്തിൽ എത്ര കാറ്റ് എത്ര ശക്തിയിൽ വീശിയാൽ മഴ കൂടുതൽ കിട്ടും, ഏത് ദിശയിൽ വന്നാൽ മഴ കൂടുതൽ കിട്ടും, ഏത് റീജിയനിൽ മഴ കിട്ടും എന്നുള്ളത് കുറേ വർഷങ്ങൾ കൊണ്ട് നമ്മൾ നിരീക്ഷിച്ചെടുത്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് കൂടുതലും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സിനോപ്റ്റിക് മീറ്ററോളജി എന്ന് പറയുന്നത് ഞാൻ സിനോപ്റ്റിക് എന്ന് പറഞ്ഞ ആ വാക്ക് എന്താ പറയുക, ഒരേ സമയത്തുള്ള ഒബ്സർവേഷൻ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു എങ്കിൽ പോലും ആ ബ്രാഞ്ചിന് സിനോപ്റ്റിക് മീറ്ററോളജി എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതിൽ വലിയ മേജർ റോളുണ്ട് നമുക്ക് ഇപ്പോഴും. ആ ഒരു നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ പരിചയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ചില ഫോർകാസ്റ്റിംഗ് ടൂൾസ് എന്ന് പറയും. അത് ഓരോ ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഓരോ റീജിയന് വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്നും പിന്നെ പഠനങ്ങളിൽ നിന്നും നമ്മളുടെ ബാക്കി ആരുടെയെങ്കിലുമൊക്കെ പഠനങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചുള്ള ചില ടൂൾസ് ഉണ്ട്. അപ്പോൾ അതും പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ സിനോപ്റ്റിക് മീറ്ററോളജിക്കാണ് വെയിറ്റേജ് കൂടുതൽ കൊടുക്കുക. അതിനുശേഷം വരുന്ന ദിവസങ്ങളിൽ നമ്മളുടെ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ മാനുവലി ഇത് ചെയ്യുന്നതിന്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള ദിവസങ്ങളിലേക്കാണ് നമ്മൾ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷന് കൂടുതൽ വെയിറ്റ് കൊടുക്കുക. അപ്പോൾ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ സിനോപ്റ്റിക് മീറ്ററോളജി ഇതിനുകൂടി കമ്പയർ ചെയ്തിട്ട് രണ്ടും കൂടി ഒന്നിനൊന്ന് ഒത്തു പോകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഈ NWP മോഡലിൽ നിന്ന് വരുന്ന റെയിൻഫോൾ ഫോർകാസ്റ്റ് ഞങ്ങൾ അങ്ങനെ തന്നെ കൊടുക്കാറില്ല. നമ്മൾ ഈ റെയിൻഫോൾ ഫോർകാസ്റ്റ് ആക്ച്വലി ഞങ്ങൾ റെയിൻഫോൾ അല്ല ഞങ്ങൾ നോക്കുന്നത് വിൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വിൻഡ് എത്ര സ്ട്രെങ്ത്തിൽ എത്ര ഹൈറ്റിൽ, അത് ഏത് ഡിറക്ഷനിൽ ഏത് ഷേപ്പിൽ, എവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു എവിടെ റൊട്ടേറ്റ് ചെയ്യാതിരിക്കുന്നു, സൈക്ലോണിക് ആയിട്ട് എവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിൻ്റെ റിവേഴ്സായിട്ട് എവിടെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഈ പ്രഷർ പാറ്റേൺ ആദ്യം പറയുന്നത്. അന്തരീക്ഷമർദ്ദം കുറഞ്ഞ സ്ഥലങ്ങളിൽ ആണ് ഈ മഴ പെയ്യാനുള്ള സാധ്യത. അത് നമ്മളുടെ മറീനേഴ്സിൻ്റെ അവരുടെ ബാരോമീറ്റർ നോക്കിയാൽ അറിയാൻ പറ്റും. അവരുടെ ബാരോമീറ്ററിൽ ഫെയർ വെതർ, വിൻഡി അല്ലെങ്കിൽ സ്റ്റോമി അങ്ങനെയാണ് അത് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതായത് പ്രഷർ കുറയുന്ന സ്ഥലങ്ങൾ, അത് ഒരു സാധാരണ ഒരു ഒബ്സർവേഷനാണ്. അന്തരീക്ഷമർദ്ദം കുറയുന്ന സ്ഥലങ്ങളിലാണ് മഴയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ സിവിയർ വെതർ ഉണ്ടാവാനുള്ള സാഹചര്യം. അപ്പോൾ ഏത് സ്ഥലങ്ങളിലാണ് ഈ അന്തരീക്ഷമർദ്ദം കുറഞ്ഞിരിക്കുന്നത്, ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് മർദ്ദം കൂടിയിരിക്കുന്നിടത്ത് മഴ കുറവായിരിക്കും, ഫെയർ വെതർ അല്ലെങ്കിൽ നല്ല കാലാവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പാറ്റേണുകളെല്ലാം നമ്മൾ മാനുവലി നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ ഇത് അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്നിനൊന്ന് ഒത്തുപോകുന്നുണ്ടോ നമ്മൾ നോക്കും. അപ്പോൾ ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീട് മുന്നോട്ട് അതിൻ്റെ ഫോർകാസ്റ്റ് എന്താണെന്ന് നോക്കേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷനാണ് ആ മോഡൽ നോക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു അനുഭവ പരിജ്ഞാനം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ ഫോർകാസ്റ്റ് ചെയ്യാനിരിക്കുന്ന നാളെ എന്നെ രാജസ്ഥാനിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ച് ദിവസം എടുക്കും. എനിക്ക് കുറച്ച് ദിവസമല്ല, 1-2 സീസണുകൾ ചിലപ്പോൾ കാണേണ്ടി വരും. ആ ഒരു എന്താ പറയുക, ഒരു വൈദഗ്ധ്യം അല്ലെങ്കിൽ ഒരു കുശലത വരണമെങ്കിൽ അതുകൊണ്ട് ഒരു ഫാക്ടറാണ് അത്. നമുക്കൊരു സ്ഥലത്തെ കാലാവസ്ഥ അറിയണമെങ്കിൽ ആ സ്ഥലത്തെ പറ്റി നന്നായിട്ട് അറിയണം. ആ സ്ഥലത്തെ കാലാവസ്ഥയെ ലോക്കലി എന്തെല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുള്ളതിനെ പറ്റി നല്ല ഗ്രാഹ്യം വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എഫക്റ്റീവായിട്ടൊരു ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സംസ്ഥാന തലത്തിലുള്ള പ്രവചനങ്ങളുടെ ആക്യുറസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാലാവസ്ഥ പറയുമ്പോൾ ജില്ല തിരിച്ചുള്ള പ്രവചനങ്ങളാണ്. ഈ ജില്ല തിരിച്ച് കാലാവസ്ഥ പ്രവചിക്കുന്നത് എത്രത്തോളം ശാസ്ത്രീയമാണ്? കാലാവസ്ഥയുടെ അളവുകൾ, ഒരേ കാലാവസ്ഥയുള്ള പ്രദേശം എന്ന് പറയുന്നത് എത്ര വലുതാണ് എന്ന് മാത്രമല്ല, ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ കുന്നുണ്ട്, സമതല പ്രദേശമുണ്ട്, തീരപ്രദേശമുണ്ട്. അപ്പം ഇങ്ങനെ പല പ്രദേശങ്ങളിലുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരുപോലെ കാലാവസ്ഥ പ്രവചിക്കുക? അത് ജില്ല തിരിച്ച് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് അല്ലെങ്കിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ആസ്പെക്റ്റിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കലും ഒരു ബൗണ്ടറി ഇല്ലാത്ത ഒന്നാണ് വെതർ. ഇപ്പോൾ പൊളിറ്റിക്കലില്ല, ഒരു രീതിയിലുള്ള ബൗണ്ടറിയോ അല്ലെങ്കിൽ സെഗ്രിഗേഷനോ ഇല്ല. ഈ പറഞ്ഞൊരു പ്രശ്നം ഞങ്ങളുടെ ഡേ ടു ഡേ ഫോർകാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. കാരണം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയുടെ മലയോര പ്രദേശം ആ ഒരു നാരോ എൻഡ് വരുന്നു. എറണാകുളം ജില്ലയുടെ ഒരു നാരോ എൻഡ് കിഴക്കൻ മല, അതും പിന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഇടുക്കി ജില്ലയുടെ ഏറ്റവും മഴ കിട്ടുന്ന ഒരു പ്രദേശങ്ങളിലൊന്നാണ്. അപ്പോൾ ആ മലയോര പ്രദേശങ്ങളിലായിരിക്കും മിക്കവാറും ഈ കാലവർഷകാലത്ത് കൂടുതൽ മഴ കിട്ടുന്നതും. അപ്പോൾ നമുക്ക് അവിടെ ഒരു റെഡ് അലേർട്ട് കൊടുക്കണം. ഈ 3 ജില്ലയ്ക്ക് നമുക്ക് റെഡ് അലേർട്ട് കൊടുക്കേണ്ടി വരും.
അത് അഡ്മിനിസ്ട്രേറ്റീവ് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാര്യം മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അവിടെ ആണെങ്കിൽ പോലും ഈ 3 ജില്ലയെ നമ്മൾ റെഡ് അലേർട്ടിലേക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഈ ഫോർകാസ്റ്റിംഗ് കേപ്പബിലിറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ജില്ലയെക്കാളും കുറഞ്ഞൊരു ഘടകത്തിലേക്ക് നമുക്ക് അത്രയും വിശ്വസനീയതയോ അല്ലെങ്കിൽ ആക്യുറസിയോടെയോ ഫോർകാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഭാരത് ഫോർകാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമൊക്കെ അതിന് ബ്ലോക്ക് തലത്തിലേക്കുള്ള റെസൊല്യൂഷൻ വരെ ഉണ്ട്. അത് പക്ഷേ ഒരു എക്സ്പെരിമെൻ്റൽ ലെവലിൽ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ ഓപ്പറേഷണൽ ഫോർകാസ്റ്റിന് അത് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്കത് ഓരോ ലെവലിലും ഓരോ സീസണിലും ഓരോ ദിവസവും അത് വാലിഡേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എത്രമാത്രം നമ്മൾക്ക് പ്രാവർത്തികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് നമുക്കത് ഒരു ഓപ്പറേഷണൽ ഫോർകാസ്റ്റ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ എന്നുള്ളതിനെ അതിനേക്കാളും സബ് ഡിസ്ട്രിക്ട് ലെവലിലേക്കോ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയൊരു ഘടകത്തിലേക്കോ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ നിലയിൽ ഒരു ലാർജ് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവലിലേക്ക് നമുക്ക് കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഒരു ആക്യുറസി ലെവൽ, ഒരു ഡിപ്പെൻഡബിൾ ഒരു ഫോർകാസ്റ്റ് കൊടുക്കാനായിട്ട് നമുക്കിന്ന് പറ്റുന്നുള്ളൂ. വളരെ എക്സ്റ്റെൻസീവായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു വെതർ മോണിറ്ററിംഗ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അതിൽ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് ഉണ്ട്, റെയിൻ ഗേജുകളുണ്ട്, ഡോപ്ലർ റഡാറുകളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയാമോ? ഇപ്പോൾ കേരളത്തിൽ നമ്മൾ റെയിൻ ഒബ്സർവേഷൻ സ്റ്റേഷൻസ് എന്നാണ് പറയുക. അതിൽ 229 സ്റ്റേഷൻസാണ് മൊത്തത്തിലുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് 2 റഡാറുകളുണ്ട്. ഒന്ന് കൊച്ചിയിലുള്ള IMDയുടെ ഒരു റഡാറും തിരുവനന്തപുരത്തുള്ള ISROയുടെ ഒരു റഡാറും. ഈ 2 റഡാറാണ്. വയനാട്ടിലുള്ള റഡാറിൻ്റെ പ്രവൃത്തികളൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ മാംഗ്ലൂരിലെ റഡാർ ഏകദേശം കമ്മീഷൻ ചെയ്യുന്ന സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേരളം റഡാറിൻ്റെ മുഴുവൻ ഒരു കവറേജിലേക്ക് വരും. പിന്നെ സാറ്റലൈറ്റ്സ് എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ അതുകൂടാതെ ഓട്ടോമാറ്റിക്കും മാനുവലായിട്ടുള്ള ഒബ്സർവേഷനും എല്ലാം കൂടിയാണ് 229 സ്റ്റേഷൻസ് എന്ന് പറഞ്ഞത്. ഇത് കേരളത്തിൽ മാത്രമാണ്. അതുപോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെയുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ ഒബ്സർവേഷൻസ് എടുക്കാറുണ്ട്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്സർവേഷൻസ് എല്ലാം ഒരേ സമയത്താണ് എടുക്കുന്നത്. എന്നാലേ നമുക്കൊരു കമ്പാരിസൺ പറ്റുള്ളൂ. അപ്പോൾ അത് പണ്ട് നമ്മൾ ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറഞ്ഞ് GMT എന്ന് പറഞ്ഞ് സെയിം ടൈമാണ് നമ്മൾ അത് യൂണിവേഴ്സൽ ടൈം കോർഡിനേറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത്, UTC. അപ്പോൾ 0006 12 18 പിന്നെ 00 ഇങ്ങനെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ടൈംസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളും ഇന്ത്യയിലും അതേ സമയം തന്നെ ഫോളോ ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ത്യയിൽ നമ്മളൊരു 03 അതായത് നമ്മളുടെ രാവിലത്തെ 8:30 മണി നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണത്. അപ്പോൾ നമ്മുടെ ഫോർകാസ്റ്റ് എല്ലാം ബേസിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് 00 കുറേ ഒബ്സർവേഷൻസും ഈ 03 അല്ലെങ്കിൽ രാവിലെ 8:30 ഒബ്സർവേഷനും വെച്ചിട്ടാണ്. ഒരേ സമയത്താണ് ഈ ഒബ്സർവേഷൻസ് എടുക്കുന്നത്. അപ്പം ഇതെല്ലാം ഒരു ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ പറയുന്ന ഷിപ്പിൽ നിന്നുള്ളതും ബാക്കിയുള്ള എല്ലാ ഒബ്സർവേഷൻ നെറ്റ്വർക്കിൽ നിന്നുള്ള ഒബ്സർവേഷൻസും ഈ ഗ്ലോബൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലേക്ക് പോകും. എന്നിട്ട് അത് എല്ലാ രാജ്യങ്ങളുടെ മീറ്ററോളജിക്കൽ ഏജൻസികൾക്കും അത് അവൈലബിൾ ആയിരിക്കും. അതൊരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടുന്നു. കാരണം ആദ്യം സൂചിപ്പിച്ച പോലെ ബൗണ്ടറീസ് ഇല്ലല്ലോ നമുക്ക്. ചില സീസണുകളിൽ വടക്കേ ഇന്ത്യയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്കാണ് സിസ്റ്റങ്ങൾ മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് പടിഞ്ഞാറ് നിന്നുള്ള ഇൻഫർമേഷൻ വേണം. അതുപോലെ ചില സമയത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിഴക്ക് നിന്നുള്ള ഇൻഫർമേഷൻ വേണം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ബൗണ്ടറീസ് ബാധകമല്ല. അതുകൊണ്ട് ഈ എല്ലാ ഒബ്സർവേഷൻസും എല്ലാവർക്കും അക്സസിബിൾ ആവുന്ന രീതിയിലാണ് ലോക കാലാവസ്ഥാ സംഘടന അല്ലെങ്കിൽ വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ WMO ഈ ഡാറ്റയ്ക്കൊരു പ്രത്യേകിച്ചൊരു കോഡഡ് ഫോമിലാണ് നമ്മൾ അയക്കുന്നത്. അതായത് ഒരു ലാംഗ്വേജ് ബാരിയർ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും എടുക്കുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ എടുക്കുന്ന ഒബ്സർവേഷൻ ഒരു മെസ്സേജ് ഫോമിൽ കോഡഡ് മെസ്സേജ് ഫോമിൽ അയക്കുന്നു. അത് അതേ അർത്ഥത്തിൽ വേറെ ഏത് രാജ്യത്ത് ഏത് ഭാഷക്കാരനായിക്കോട്ടെ ഏത് രാജ്യത്തിരിക്കുന്ന ആളായിക്കോട്ടെ അതേ ഒബ്സർവേഷൻ അതേ രീതിയിൽ അതേ അർത്ഥത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡഡ് മെസ്സേജ് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ്റെ ഒരു സൗകര്യവും കൂടി. കാരണം കോഡഡ് ഫോമിലാണെങ്കിൽ നമ്മൾ ഈ ടെക്സ്റ്റും മെസ്സേജും ഒക്കെ അയക്കുന്നതിൻ്റെ തെറ്റുകൾ ഒഴിവാക്കാം, പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാം. അപ്പോൾ ആ സ്മൂത്ത് ഫ്ലോ ഓഫ് ഇൻഫർമേഷന് വേണ്ടിയിട്ടും ഈ കോഡഡ് മെസ്സേജാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും നമുക്ക് ഇപ്പോൾ കേരളത്തിലെ ആണെങ്കിൽ പോലും നമ്മൾ കേരളത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്ന ഇന്ത്യയിലെ മുഴുവനും ഈ ഫീച്ചേഴ്സ് മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് കേരളത്തിൽ നമ്മൾ വെതർ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. ഫോർകാസ്റ്റർ കേരളത്തിലെ ആണെങ്കിലും നമ്മളിത് മുഴുവനും സ്റ്റഡി ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എല്ലാ നേരവും. നമ്മുടെ ഈ പറഞ്ഞ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള മെറ്ററോളജിക്കൽ നെറ്റ്വർക്കിൽ നിന്ന് വലിയൊരു കോംപ്ലക്സ് ഡാറ്റയാണ് ഈ പറഞ്ഞ ഫോർകാസ്റ്റർ മുന്നിലേക്ക് വരുന്നത്. അപ്പം അത് IMD അനലിസ്റ്റുകൾ നോക്കുന്നു, അതിൽ നിന്ന് പ്രവചനങ്ങളിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് എന്താണ്, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ
യെല്ലോ, ഓറഞ്ച്, റെഡ് അലേർട്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് തുടർന്നു ജനങ്ങളിലേക്ക്? ആദ്യം പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ ഒബ്സർവേഷൻ വരുന്നു, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മൾ മാനുവലി അതൊന്ന് അനലൈസ് ചെയ്യുന്നു, കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എവിടെയെല്ലാം മഴ പെയ്യുന്നു ഇതെല്ലാം നോക്കി, എത്ര മഴ പെയ്യുന്നു ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ചാർട്ടുകൾ ഇങ്ങനെ യെല്ലോ, ഓറഞ്ച്, റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മഴയുടെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിപ്പോയി. ആക്ച്വലി ഈ യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സങ്കേതം അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണത്. ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ് എന്ന് പറയുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്ന് പറയാം. അപ്പോൾ നാളെ എത്ര മഴ പെയ്യും, അപ്പോൾ അതിന് പകരമായിട്ട് നാളെ 10 സെൻറ്റിമീറ്റർ മഴ പെയ്യും. അപ്പം നാളെ പെയ്യുന്ന ഈ 10 സെൻറ്റിമീറ്റർ മഴ നമ്മൾ ഏത് രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് ഈ പുതിയ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ കളർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകം മഴയായതുകൊണ്ട് മഴയുടെ അളവിനെ സൂചിപ്പിക്കുന്ന ഒരു കളർ കോഡിങ് മഴയുടെ അളവിനെ സൂചിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഇപ്പോൾ അതിശക്തമായ കാറ്റോ മറ്റോ ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു സംവിധാനമുണ്ട് ഈ ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റിൽ. പക്ഷേ ഇന്നിപ്പം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. ഇപ്പോൾ യെല്ലോ എന്ന് പറയുന്നപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11.4 സെൻറ്റിമീറ്റർ വരെ മഴയാണെങ്കിൽ യെല്ലോ കളറും അതിന് അപ്പുറത്തേക്ക് 20.4 സെൻറ്റിമീറ്റർ വരെയാണെങ്കിൽ ഓറഞ്ച് കളറും അതിനേക്ക് മേലെയാണെങ്കിൽ റെഡ് കളറും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു പൊതുബോധം ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മളധികം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ പോലും അത് ക്രമമായിട്ടേ മാറ്റാൻ പറ്റുള്ളൂ. കാരണം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം പഞ്ചായത്ത് ലെവലിൽ വരെയുള്ള ഡിസാസ്റ്റർ മാനേജേഴ്സിനെ പോലും അത് ബാധിക്കുന്നതുകൊണ്ട് അത് സൂക്ഷിച്ചേ മാറ്റാൻ പറ്റുള്ളൂ നമുക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതൊന്ന് ഉപയോഗിച്ചിരുന്നു. എന്ന് വെച്ചാൽ 2 ദിവസം അടുപ്പിച്ച ഒരു ജില്ലയിൽ നമ്മൾ ഓറഞ്ച് ഫോർകാസ്റ്റ് കൊടുത്തു. അപ്പോൾ അത്രയും തന്നെ മഴയും പെയ്തു. അപ്പോൾ ഉദാഹരണത്തിന് വയനാട്, കോഴിക്കോട്ട് നമ്മൾ ഓറഞ്ച് അലേർട്ട് കൊടുത്തു. അവിടെ 2 15 സെൻറ്റിമീറ്റർ മഴ പെയ്തു. അപ്പോൾ 3-ാമത്തെ ദിവസം നമ്മൾ ഓറഞ്ച് അലേർട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ 2 ദിവസം പെയ്ത മഴയുടെ ഇമ്പാക്റ്റും കൂടി അല്ലെങ്കിൽ അതിൻ്റെ ആഘാതം കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് 3-ാമത്തെ ദിവസം റെഡ് കൊടുക്കണം എന്നാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതാണ് ഇമ്പാക്ട് ബേസ്ഡ് ഫോർകാസ്റ്റ്. അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ മഴ പെയ്യുന്നത് 15 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 13 സെൻറ്റിമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കൊടുക്കുന്ന കളർ അന്ന് റെഡ് ആയിരിക്കും. അതാണ് ഒരു ഡിഫറൻസ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ പലരും ആ ടെക്സ്റ്റ് അത്ര കൃത്യമായിട്ട് വായിക്കുന്നില്ലാത്തതുകൊണ്ടൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പലപ്പോഴും ഞങ്ങൾ തിരുത്തി കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ ആ ഇമ്പാക്റ്റും കൂടി, ആ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയുടെ ഒരു ആഘാതം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റിയും കൂടി അതിൽ എടുത്തിട്ടാണ് നമ്മൾ ഈ റെഡ് കളർ കൊടുക്കുന്നത്. ഇതാണ് ഈ കളർ കൊടുക്കുന്നതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കാരണം ഗ്രീൻ ഉണ്ടെങ്കിൽ മഴയില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. വൈറ്റ് ആണെങ്കിലാണ് മഴയില്ലാത്തത്. അതിന് നോ റെയിൻ തന്നെയാണ്. ഗ്രീൻ ആണെങ്കിൽ ഈ പറഞ്ഞത് 6.5 സെൻറ്റിമീറ്ററിന് താഴേക്കുള്ള മഴ എന്നുള്ള അർത്ഥത്തിലാണത്. അപ്പോൾ പലരും ഇപ്പോൾ എന്താ പറയുക, സയൻസ് അല്ല നമ്മളോട് കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാർ പോലും ഗ്രീൻ കൊടുത്തിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് ഒരു തെറ്റിദ്ധാരണ, അതൊന്ന് തിരുത്താനും കൂടിയാണ് ഞാനിതൊന്ന് പറഞ്ഞു പോയത്. ഈ അടുത്ത കാലത്തായിട്ട് പത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ടെർമിനോളജിയാണ് നൗ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഡെവലപ്പ് ആയതാണെന്ന് പറയുന്നു. 93% അക്യുറസി ഉണ്ടെന്ന് പറയുന്നു. 6 മണിക്കൂറോളം ലീഡ് ടൈമിൽ പശ്ചിമഘട്ടത്തിലെ മഴകൾ പ്രവചിക്കാൻ പറ്റുമെന്നും പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം? അത് IMDയുടെ പ്രോഡക്റ്റ് അല്ല. അത് നമ്മുടെ സെൻറ്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് സ്റ്റഡീസ് എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരാണത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു റിസർച്ച് മോഡിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഈ നൗകാസ്റ്റ് എന്ന് പറയുന്നത് പുതിയൊരു കൺസെപ്റ്റ് അല്ല. ഏവിയേഷൻ സർവീസസിൽ നമ്മൾ കൊടുക്കുന്ന ഫോർകാസ്റ്റുകളെല്ലാം നൗകാസ്റ്റ് കാറ്റഗറിയിലാണ്. അപ്പോൾ വളരെ പണ്ട് തൊട്ടേ നമ്മൾ ഈ നൗകാസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് IMD ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഏവിയേഷനിൽ നിന്ന് മാറ്റി നമ്മളൊരു ജനറൽ പബ്ലിക്കിൻ്റെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വന്നിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അപ്പോൾ IMDയുടേതായ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും ഉണ്ട്, ഒരു മെത്തഡോളജിയും ഉണ്ട് നൗകാസ്റ്റ് കൊടുക്കുന്നതിന്. അതിൽ നമ്മൾ ഒരു പാരാമീറ്റർ മാത്രമല്ല അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ആക്ച്വൽ ഒബ്സർവേഷൻസ് ഉണ്ട്, പിന്നെ റഡാർ ഉണ്ട്, പിന്നെ സാറ്റലൈറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ നൗകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ നൗകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗ പ്ലസ് ഫോർകാസ്റ്റ് എന്നുള്ളതിൻ്റെ 2 സെഗ്മെൻറ്റ്സ് ചേർത്തിട്ട് നമ്മൾ ഒരു പദപ്രയോഗം മാത്രമാണ്. അതൊരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു ടെർമിനോളജി ഒന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പദമോ അല്ല. അപ്പോൾ അതായത് ഇപ്പോഴത്തെ കാലാവസ്ഥ അല്ലെങ്കിൽ അന്തരീക്ഷ സ്ഥിതിയെ നമ്മൾ മുന്നോട്ടേക്ക് ഒന്ന്
എന്താ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഇതാണ് ചെയ്യുന്നത് ഈ നൗകാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നത്തെ ഈ അതിതീവ്ര കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉള്ള ഒരു ഫോർകാസ്റ്റ് ഒരു പ്രോഡക്റ്റാണത്, വെതർ പ്രോഡക്റ്റാണത്. ജില്ലാ തലത്തിലുള്ള വെതർ അലേർട്ടുകൾ എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ 24 മണിക്കൂറിൽ മൊത്തം പെയ്യുന്ന മഴയുടെ അളവാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ഈ 24 മണിക്കൂറിൽ ഇത് എങ്ങനെ വിന്യസിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം, സേഫ്റ്റിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മളിപ്പോൾ ഈ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത് നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ നൗകാസ് എന്ന് പറയുന്നത്. നമുക്ക് IMDയുടെ തന്നെ ഒരു മോസം എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. പിന്നെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ഒരു സചേത് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരു കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ നൗകാസ്റ്റ് കൂടുതലും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മാസ് മീഡിയ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളെല്ലാം ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കളറുള്ള നൗകാസ്റ്റ് വരുമ്പം അവരും അത് ബ്രേക്കിംഗ് ആയിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് ഒരു 24 hour ഫോർകാസ്റ്റ് ഉണ്ടാക്കി നമ്മളത് റിലീസ് ചെയ്തിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാകുന്നു. അത് അങ്ങനെ പെട്ടെന്നുണ്ടാവുന്നതാണോ അതോ ഈ പറഞ്ഞ ഫോർകാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ക്ലൗഡ് ബസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രവചിക്കാൻ പറ്റുമോ? അത് നമുക്ക് നൗകാസ്റ്റ് വഴി നമുക്ക് പറയാൻ പറ്റില്ല. ക്ലൗഡ് ബസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഈ 24 മണിക്കൂറിൽ എത്ര മഴ പെയ്യുന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യം കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്റ്റീവ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ മൺസൂൺ വളരെ അതിശക്തമായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ തുടർച്ചയായിട്ടുള്ള മഴ ഉണ്ടാവും, പക്ഷേ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ തുടർച്ചയായിട്ട് അതിശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന റെഡ് കാറ്റ് 20 സെൻറ്റിമീറ്റർ മുകളിലേക്കൊക്കെ മഴ പോകാം. അപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മഴയുടെ ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ റെയിൻ റേറ്റ് അല്ലെങ്കിൽ മഴയുടെ ശക്തിയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ ആ റെയിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ റെയിൻ റേറ്റിനെയാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് റെയിൻ, ഇൻറ്റൻസ് സ്പെൽ ഓഫ് റെയിൻ, ലൈറ്റ് സ്പെൽ ഓഫ് റെയിൻ, മോഡറേറ്റ് സ്പെൽ ഓഫ് റെയിൻ, വെരി ഇൻറ്റൻസ് സ്പെൽ ഓഫ് റെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം വരുന്ന ഏറ്റവും അവസാനത്തെ കാറ്റഗറിയാണ് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മണിക്കൂറിൽ എത്ര മഴ പെയ്യണം എന്നുള്ളതനുസരിച്ച്. അപ്പം 10 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അത് വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഒരു മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ആക്ച്വലി ഒരു മിസ്നോമറാണ് അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പദമാണത്. അത് ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു വെതർ ഫിനോമിനയാണെന്നോ അല്ലെങ്കിൽ ഒരു വേറെ എന്തോ തരം നമ്മളിപ്പോൾ ടൊർണാഡോ വരുന്നു അല്ലെങ്കിൽ മിന്നൽ ചുഴലി വരുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതോ ഒരു കാലാവസ്ഥ പ്രതിഭാസമാണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയല്ല. അത് ഈ മഴ പെയ്യുന്നപ്പോൾ ഏത് കാലാവസ്ഥ ഏത് സീസണിലാണെങ്കിലും അതിശക്തമായ മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ ആ അതിശക്തമായ മഴ പെയ്യുന്ന ആ ഒരു ഇവന്റിനെയല്ല മഴയുടെ ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന ഒരു വ്യത്യാസം വന്നു തുടങ്ങിയുണ്ട്. ക്ലൗഡ് ബേസ്റ്റ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ അത്രയും ശക്തമായുള്ള മഴ പെയ്യാനുള്ള സാധ്യത ഇനി അങ്ങോട്ട് കൂടുതലുമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് റെയിൻ ഗേജസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻ്റ് ഉണ്ടായാൽ പോലും നമുക്ക് തിരിച്ചറിയാനും പറ്റും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. പ്രളയ സാഹചര്യം വരുമ്പോൾ നമ്മളെങ്ങനെയാണ് നൗകാസ്റ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നൗകാസ്റ്റ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ പ്രളയ സാഹചര്യം ഏത് സാഹചര്യമാണെങ്കിലും ഇപ്പോൾ നമുക്ക് അടിയന്തര ഘട്ടം ഏത് വന്നു കഴിഞ്ഞാലും അപ്പോൾ ഡിസാസ്റ്റർ മാനേജേഴ്സ് അല്ലെങ്കിൽ കളക്ടേഴ്സൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജൂറിസ്ഡിക്ഷനിലുള്ള ഈ ആക്ച്വൽ റെയിൻഫോൾ നോക്കും. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് റഡാർ ഇമേജസൊക്കെ അവർ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഈ നൗകാസ്റ്റ് മെസ്സേജസ് നോക്കും. അപ്പോൾ അവർക്ക് ഏത് ഏരിയയിലേക്കാണ്, അപ്പോൾ അവർക്കറിയാം അവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി എവിടെയൊക്കെയാണ് ഈ വെള്ളം പൊങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ നദി കര കവിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വാട്ടർ ഇനൻഡേഷൻ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയാം. കാരണം അവരുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ലെവലിൽ നിന്നുള്ള റിപ്പോർട്ടിംഗ് കൊണ്ടൊക്കെ. അപ്പോൾ ഈ ഇവൻറ്റ് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതും കൂടി കൂട്ടി ചേർത്തുകൊണ്ട് അവർ റിസോഴ്സസ് എവിടേക്ക് മൂവ് ചെയ്യണം അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്ന് ആളുകളെ ഒഴിവാക്കണം ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ഈ നൗകാസ് എന്ന് പറയുന്നത്. ഇനി ചോദിക്കാനുള്ള സാധാരണക്കാർക്ക് ഉള്ളൊരു സംശയമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 100 മില്ലി വെളിച്ചെണ്ണ അല്ലെങ്കിൽ 1/2 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. പക്ഷെ അതേസമയത്ത് മഴയെക്കുറിച്ച് പറയുമ്പോൾ ഇത്ര മില്ലിമീറ്റർ മഴ അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ മഴ പെയ്തു അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ മഴ പെയ്തു എന്ന് പറയുമ്പോൾ
നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല മഴയായിരുന്നു എന്ന് പറയുന്ന, പക്ഷെ അത് ഒരിക്കലും നമുക്കൊരു അളവായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ് നമ്മൾ പറയുന്നത് നല്ല മഴ പെയ്താൽ എത്ര മില്ലിമീറ്റർ പെയ്യണം? നമ്മുടെ സാഹചര്യം കൂടി നോക്കണം. അപ്പം ഓൾറെഡി ഒത്തിരി മഴ പെയ്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു 5 സെൻറ്റിമീറ്റർ മഴ പെയ്ത് കഴിഞ്ഞാൽ പോലും അത് അപകടകരമാണ്. അല്ലാതെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ യെല്ലോ കാറ്റഗറി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വലിയ അപകട സാധ്യതയില്ലാത്ത ഒരു മഴയാണ് നമ്മൾ യെല്ലോ കളർ കൊണ്ട് പറയുന്നത്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചുള്ള ഇതിന് മുമ്പത്തെ മഴ സാഹചര്യം കൂടി കണക്കിലെടുക്കണം. അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ മഴ 24 മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് അത്ര കുറച്ച് അസൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷേ ആപൽക്കരമല്ല. പക്ഷെ ഒരു 20 സെൻറ്റിമീറ്റർ മഴ 24 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കാലവർഷക്കാലത്ത് കുറച്ച് ദിവസം മഴ പെയ്തിട്ടൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ 20 സെൻറ്റിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ആലോചിക്കേണ്ട ആശങ്കയ്ക്ക് സാഹചര്യമുള്ളതാണ്. മലയോര മേഖലകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അതുണ്ട്. പിന്നെ ഓൾറെഡി വെള്ളം പൊങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ മഴ നമുക്ക് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും മെയ് 2-നാണ് അത്രയ്ക്ക് ഒരു മഴ പെയ്തത്. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഏകദേശം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ മഴയുടെ അളവുകളും കൂടി നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം തലേദിവസം അവിടെ പെയ്ത മഴ ഇത്രയാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു 10 സെൻറ്റിമീറ്റർ മഴ വരെയുള്ള മഴയൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാവുന്നതേ ഉള്ളൂ. കേരളത്തിലെ കാലാവസ്ഥയുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് അതിന്റെ അതിതീവ്രമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ മഴയാണെങ്കിൽ പെരുമഴയായിരിക്കും, ചൂടാണെങ്കിൽ പെരും ചൂടായിരിക്കും. ഈ കാലാവസ്ഥ ഇങ്ങനെ വളരെ തീവ്രമായിട്ട് മാറാനുള്ള കാരണം എന്താണ്? ആഗോളതാപനം കൊണ്ട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലും ഈ അന്തരീക്ഷവും ഭൂമിയും ഒക്കെ ചൂടാവും, സമുദ്രവും ചൂടാവും. അന്തരീക്ഷം ചൂടാവുമ്പോൾ അന്തരീക്ഷത്തിൽ താങ്ങി നിർത്താവുന്ന നീരാവിയുടെ അളവ് കൂടും. അപ്പോൾ നീരാവി തണുത്തിട്ടാണല്ലോ നമുക്ക് മഴ ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതൽ ചൂടായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ നീരാവി ഹോൾഡ് ചെയ്യും. അപ്പോൾ അത് തണുത്തുറയുമ്പോൾ കൂടുതൽ മഴ പെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഇൻറ്റൻസിറ്റി കൂടുന്നത്. അപ്പോൾ ഇത് ഗ്ലോബൽ വാർമിംഗായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയാണ്. പിന്നെ ഇത് മഴ മാത്രമല്ല, നമുക്ക് മറ്റ് കാലാവസ്ഥ പാരാമീറ്റേഴ്സിൽ ഇപ്പോൾ ടെമ്പറേച്ചർ ആണെങ്കിൽ ഒന്നുകിൽ നമുക്ക് ചൂട് കൂടിയൊരവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ തീരെ ചൂടില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ഫ്ലഡ് വരുമായിരിക്കാം, പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു ഡ്രൗട്ട് വരാം. അപ്പോൾ ഈ വെതർ എക്സ്ട്രീംസ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇത് വെതർ എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ തീവ്ര കാലാവസ്ഥ എങ്ങനെ പറയാം. അപ്പോൾ വെതർ എക്സ്ട്രീംസ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ അടിക്കടി ഉണ്ടാകുന്നു. എക്സ്ട്രീംസ് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ ഈ എക്സ്ട്രീംസ് അടിക്കടി ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഒരു ഉദാഹരണത്തിന് കേരളത്തിലെ അവസ്ഥ പറയുവാണെങ്കിൽ 2016 നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഈ ചൂട് കൂടിയതിനെ സംബന്ധിച്ചുള്ള വാണിംഗുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനു മുമ്പ് കേരളത്തിൽ എന്തെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമെന്ന് ആരെങ്കിലും ഊഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു കാണില്ല. അപ്പോൾ അതിനുശേഷം ഒരു ചെറിയ ഡ്രൗട്ട് പോലെ ഒരു സിറ്റുവേഷൻ 2016 പിന്നെ 17 രോഗി വന്നു, പിന്നെ 18 പ്രളയം, 19 പ്രളയം, പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ചെറുതും വലുതുമായിട്ട് വലിയ ഓരോരോ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാ വർഷവും തുടർച്ചയായിട്ട് വരുന്നൊരു കാര്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളൊരു 2016 മുൻപായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആരും വിശ്വസിക്കില്ലായിരുന്നു ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവുന്നുണ്ടെന്നോ അല്ലെങ്കിൽ വരുന്നത്. അപ്പോൾ ഇത് ഗ്ലോബലി വരുന്ന മാറ്റത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ആദ്യം സൂചിപ്പിച്ച പോലെ നമുക്ക് വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, കോസ്റ്റൽ റീജിയൻ ഉണ്ട്. അപ്പോൾ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പാർട്ടായിട്ട് സമുദ്രജലം ചൂടാകും. അതുപോലെ സമുദ്രജലത്തിൻ്റെ എന്താ പറയുക, ഈ കോസ്റ്റൽ ഇറോഷൻ കൂടും. അതായത് ജലം കൂടുതൽ കരയിലേക്ക് കയറും. അപ്പോൾ അങ്ങനെയൊരു പ്രതിഭാസം കൂടി വരാറുണ്ട്. അപ്പോൾ കോസ്റ്റലിൽ നമുക്ക് അങ്ങനെ ഒരു വൾനറബിലിറ്റി അല്ലെങ്കിൽ ഒരു ദുരന്ത സാധ്യതയുണ്ട്. അതുപോലെ ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ അങ്ങനെ മഴ കൂടുന്നതുകൊണ്ടുള്ളൊരു ദുരന്ത സാഹചര്യമുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മിഡ്ലാൻഡിൽ പ്രളയ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ വൾനറബിലിറ്റി മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ KSDMയുടെ സൈറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും സീസണിൽ കേരളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു വൾനറബിലിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ കേരളം ഏറ്റവും കൂടുതൽ വൾനറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റായിട്ട് ഈ കാലാവസ്ഥ വ്യതിയാനം മാറ്റിയിട്ടുണ്ട്. മഴയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ചൂട് ഇപ്പം അസഹ്യമായിട്ട്, അത് പുറത്തിറങ്ങി നിന്നാൽ പൊള്ളുന്ന പോലെ ആവാൻ അതിന് കാരണം എന്താണ് ബേസിക്കലി? കുറേ വർഷങ്ങളിലെ താപനില എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒരു ഏകദേശ താപനില എന്ന് പറഞ്ഞിട്ട് പാരാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നതാണ് ഭൂമിയെ സംബന്ധിച്ചുള്ള ഏറ്റവും ചൂട് കൂടിയ 10 വർഷങ്ങളായിട്ടില്ല. അപ്പോൾ 23-24 അതിൽ തന്നെ ഏറ്റവും ചൂട് കൂടി. അപ്പോൾ 24 ഏറ്റവും ചൂട് കൂടിയത്, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും രണ്ടാമത്തെ എന്നുള്ള കണക്കിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ സൗത്ത് ഏഷ്യൻ റീജിയനിലെ കാലാവസ്ഥ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് WMO ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ അതിലും നമുക്ക് ആ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു മാപ്പ് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ, ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പീക്കാണ്.
ഈ റീസെന്റ് പാസ്റ്റ് ഇയേഴ്സിലാണ് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് ഈ ചൂട് അനുഭവപ്പെടുന്നതെന്ന് പറയാം. പിന്നെ 2024 വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റി കേട്ടിട്ടുണ്ട്. അപ്പോൾ എൽനിനോ ഉള്ളപ്പോൾ സാധാരണ നമുക്ക് മഴ കുറവായിരിക്കും, ഇപ്പം നമുക്ക് ചൂട് കൂടുതലായിരിക്കും. അത് എൽനിനോ ഇമ്പാക്റ്റ് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കൂടിയ ചൂട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലോബൽ പാരാമീറ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ എന്താ പറയുക, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, അതിന് തന്നെ എംബഡഡ് ആയിട്ട് ഈ എൽനിനോയുടെ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ടാണ് 2024 നമുക്ക് ഹീറ്റ് വേവ് ഡിക്ലെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവങ്ങളായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇനി അങ്ങോട്ട് ഒരു പക്ഷേ ഇത് തുടർന്ന് പോകാനുള്ളൊരു സാഹചര്യവും ഉണ്ടാവാം. പലപ്പോഴും പറയുന്നത് പൊള്ളാൻ കാരണം ഓസോൺ പാളിക്ക് ഓട്ട വീണമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഓസോൺ പാളിയുമായിട്ട് ഒന്നുണ്ടോ? അന്തരീക്ഷത്തിലെ ഓസോണിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയുക ഡെൻസിറ്റി, അതാണ് ഓസോൺ പാളിയുടെ ഈ സുഷിരമുണ്ടെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓസോൺ പാളി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് കിരണങ്ങളെ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ അതിനെ ആഗിരണം ചെയ്യുക, ചിതറിപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഭൂമിയിലെത്തുന്ന ഈ അൾട്രാ വയലറ്റ് തരംഗങ്ങളുടെ അളവ് കുറയ്ക്കുകയാണ് അത് ചെയ്യുന്നതുകൊണ്ടിരിക്കുക. അപ്പോൾ ഓസോൺ പാളിയിൽ ഓസോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമിയിലെത്തുന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ അളവ് കൂടും. അപ്പോൾ അത് അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമുക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അളവിൽ കൂടുതൽ വരുമ്പോഴേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കില്ല. നമുക്ക് പ്ലാന്റ് സ്പീഷീസിനും ഒക്കെ വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. അളവിൽ കൂടുതൽ വരുമ്പോൾ ഉള്ളതാണ് ഈ പ്രശ്നം. നമ്മൾ ഈ കരയിലെ കാലാവസ്ഥയെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കടലിലെ കാലാവസ്ഥ. ഇപ്പോൾ വിഴിഞ്ഞത്ത് 1-2 കപ്പലപകടമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് കൺസേൺഡ് ആണ്. അപ്പം ഈ അപകടങ്ങൾക്ക് കടലിലെ കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ല, ഇപ്പം ഈ നടന്ന അപകടങ്ങൾക്ക് കാലാവസ്ഥ ഒരു ഘടകമല്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ കാലാവസ്ഥ ബാധിച്ച് കപ്പലുകൾ മുങ്ങിപ്പോയിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രോപ്പിക്കൽ സൈക്ലോൺ പോലെയുള്ള ഈ ഇൻറ്റൻസ് അല്ലെങ്കിൽ സിവിയർ വെതർ സിസ്റ്റത്തിൽ പെട്ടിട്ട് അവർക്ക് ഫോർകാസ്റ്റ് ഒക്കെ കിട്ടാതെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന അങ്ങനെയല്ല. പക്ഷെ കടലിലെ കാലാവസ്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളെ ഒന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വാർമിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം കടൽ വെള്ളം സാധാരണയിൽ കൂടുതൽ ചൂടാവുന്നത് ഓഷ്യൻ ഹീറ്റ് വേവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാറുണ്ട്. അത് അവിടുത്തെ സമ്പത്തിനെയും അല്ലെങ്കിൽ മറ്റു കടലിലെ എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ്. പിന്നെ അതൊരു കാര്യം. പിന്നെ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മീൻ കിട്ടാതെ തിരിച്ചു വന്നിട്ടുള്ള ഒത്തിരി സന്ദർഭങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ട്. അതൊന്ന്. പിന്നെ കടൽ ഒരു പരിധിയിലപ്പുറത്തേക്ക് ചൂടായി കഴിഞ്ഞാൽ സൈക്ലോൺസ് ഒക്കെ ഉണ്ടാവാനും അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇംപ്ലിക്കേഷൻസ് ഒത്തിരി ഉണ്ട് കടലിലെ കാലാവസ്ഥയ്ക്ക്. മറ്റെല്ലാ മേഖലകളെയും കാര്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. എയുടെ ഒരു സ്വാധീനം എത്രത്തോളം ഈ വെതർ ഫോർകാസ്റ്റിംഗിൽ വന്നിട്ടുണ്ട്? ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഈ IT ഫീൽഡിലും അല്ലെങ്കിൽ ഇന്റർനെറ്റ് IT ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ ഏജൻസികളും അവരുടേതായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കാലാവസ്ഥ പല സ്ഥലങ്ങളിലും ഒരു ബേസിക്കലി ഡാറ്റ അനലൈസ് ചെയ്യുവാണല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ഫെസിലിറ്റീസ് കുറച്ച് മതി AI ആകുമ്പോൾ. നമുക്ക് ഇന്ന് ഉള്ള പോലെയുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സൊക്കെ ഒന്നും അത്രയും കമ്പ്യൂട്ടേഷൻ കപ്പാസിറ്റി വേണ്ടി വരില്ലല്ലോ. പിന്നെ കുറഞ്ഞ സമയത്ത് കിട്ടും. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും എല്ലാ ഏജൻസികളും ട്രൈ ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ, IBM അങ്ങനെ തുടങ്ങി പല ഏജൻസികളും ട്രൈ ചെയ്തിട്ടുണ്ട്. പലരും പല കേസുകളും പ്രസൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കതൊരു റിലയബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഇന്ന് നിലവിലിരിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ മോഡലിംഗ് സിസ്റ്റത്തെയോ ഒന്ന് റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് അത്രയും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. IMDയുടെ സൈഡിൽ നിന്നും കൊളാബറേഷൻ ഒക്കെ ആയിട്ട് ഗൂഗിളുമായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം ഇതുവരെ നമുക്ക് വന്നിട്ടില്ല, യൂസബിൾ ഫോമിലേക്ക് വന്നിട്ടില്ല. പിന്നെ ഇപ്പം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഒരു മിഷൻ മോസം എന്ന് പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു ഒബ്സർവേഷണൽ എൻഹാൻസ്മെൻറ്റ് പ്രോജക്റ്റ് യൂണിയൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും കാലാവസ്ഥാ പ്രവചനത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വളരെ സീരിയസ് ആയിട്ടാണ് IMDയും അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസും കാണുന്നത്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളൊരു പ്രധാന ട്രെൻഡ് വെതർമാൻ എന്നുള്ള കൺസെപ്റ്റാണ്. ഇപ്പം തമിഴ്നാട്ടിലെ വെതർമാൻ, കേരളത്തിലെ വെതർമാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേജുകൾ പോപ്പുലറാണ്.
ഒരുപക്ഷെ ഇത്രയധികം സംവിധാനങ്ങൾ കയ്യിലുള്ള, ഇത്രയധികം ഫണ്ടുള്ള IMDയെ പോലുള്ള സ്ഥാപനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് അറിയാവുന്നതും ജനങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉള്ളതും ഇങ്ങനത്തെ വെതർമെന്നാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പ്രോഡക്ട്സ് IMDയുടെ ഒക്കെ തന്നെയായിരിക്കും, പക്ഷെ ഒന്ന് അവർ കുറച്ചുകൂടി പോപ്പുലർ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊന്ന് ഓവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഡൽഹി ഓഫീസിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മളുടെ ഇവിടം വരെ ആയിട്ടില്ല. നമ്മളിപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് ഈ നമ്മൾ ഒരു പർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് സോഷ്യൽ മീഡിയ വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. അത് സ്റ്റഡീസൊക്കെ കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ വിചാരിച്ചുകൊണ്ട് IMD ഡൽഹി സോഷ്യൽ മീഡിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ ലെവലിൽ ഓരോ സ്റ്റേറ്റിലുള്ള ഓഫീസുകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മൾ പോപ്പുലർ ലാംഗ്വേജ് ഉപയോഗിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുക. അതായത് ഇപ്പോഴത്തെ ജനറേഷന് കൂടുതൽ എന്താ പറയുക, ആ ഒരു ടാഗ് ലൈനൊക്കെ എഴുതുക, അല്ലെങ്കിൽ ആ ക്യാച്ച് ലൈൻ എഴുതുക, അതൊക്കെയാണ്. അപ്പം നമ്മൾ ഫോക്കാസ്റ്റേഴ്സാണ്, നമ്മൾ അത്ര ആ ഒരു ലൈനിലേക്ക് നമുക്ക് എപ്പോഴും അങ്ങ് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പലപ്പോഴും നമ്മുടെ പ്രത്യേകിച്ച് മഴയൊക്കെ കൂടുതൽ സമയത്ത് നമ്മൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനൊക്കെ ആയിട്ട് ടൈം ഡിവോട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരം ഓഫീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നുകിൽ കൂടുതൽ ആളുകൾ എടുക്കുക, അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യാനോ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ എന്തോ കാരണത്താൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കായിരിക്കും വ്യൂസ് കൂടുതൽ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഒഫീഷ്യൽ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് വാർണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. അതായത് IMDയുടേതായിട്ടുള്ള ചില ചാനൽസ് ഉണ്ട്. നമ്മൾ ഇമെയിൽ ഉപയോഗിക്കും, വെബ്സൈറ്റ് ഉപയോഗിക്കും, പിന്നെ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ സ്റ്റേറ്റ് ഏജൻസീസ് അങ്ങനെയുള്ളവർക്കാണ്, യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഈ വെതർ സർവീസസ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റിൻ്റെ യൂസർ ഏജൻസീസോ ഒക്കെ ആയിരിക്കും. പിന്നെ അത് ഇപ്പം വാർണിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത് അതിനൊരു ചാനലുണ്ട്. അത് KSDMA ആണ് പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ്ലി ഡിസമിനേറ്റ്. അപ്പം നമുക്ക് മീഡിയ ഗ്രൂപ്പൊക്കെ IMDക്കും ഉണ്ട്, KSDMAക്കും ഉണ്ട്. അപ്പോൾ KSDMA ആണ് അത് ഡിസാസ്റ്റർ മാനേജേഴ്സിലേക്ക് എത്തിക്കുക. അപ്പോൾ പബ്ലിക്കിന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞൊരു ആസ്പെക്റ്റ് വരുന്നുള്ളൂ. കേരളത്തിൻ്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂസ് ചാനൽസൊക്കെ വെതർ അപ്ഡേറ്റ്സ് എപ്പോഴും വളരെ കാര്യക്ഷമമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നാണ് ഞങ്ങളതിനെ പറയുക. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ആൾ വരെ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റുമാണ് ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും ഈ മൂവിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഓൺ ദ ഗോ ഇൻഫർമേഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും TV ഒന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചാൽ ഈ മോസം ആപ്പ്, സജേത് ആപ്പ്, ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ. പ്രത്യേകിച്ചും ഡിസാസ്റ്റേഴ്സ് കണ്ടീഷനിൽ എപ്പോഴും ഒഫീഷ്യൽ സോഴ്സുകൾ തന്നെ ഉപയോഗിക്കാൻ ഞാനും എന്താ പറയുക, ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതാണ്, എപ്പോഴും ഒഫീഷ്യൽ സോഴ്സ്. കാരണം പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ വെതറുള്ള സമയത്തൊക്കെ പണ്ട് വാട്സപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്ത് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ സംഭവമൊക്കെ ആയിരിക്കും. ഭീകരമായിട്ടുള്ള കാലാവസ്ഥ വരുന്നു, എറണാകുളത്ത് സൂക്ഷിക്കുക, തൃശ്ശൂർ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഓഫൻസ് അല്ലേ? അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതിന് ഒന്ന് ഒഫീഷ്യൽ സോഴ്സ് ഫോളോ ചെയ്യാനായിട്ട് പബ്ലിക് ശ്രദ്ധിക്കുക. ജപ്പാനിൽ കുടിവെള്ളം കിട്ടുന്നത് പശ്ചിമഘട്ടത്തിലെ മഴമേഘങ്ങൾ അവിടേക്ക് പോയിട്ട് മഴ പെയ്യുന്നതുകൊണ്ടാണെന്ന് ഒരു 6 വർഷം മുമ്പ് ഒരു ജനപ്രതിനിധി പറഞ്ഞിരുന്നു. അന്ന് അത് വലിയ വിവാദമാവുകയും ചെയ്തതാണ്. ജപ്പാനിൽ മഴ പെയ്യുന്നത് നമ്മളുടെ പശ്ചിമഘട്ടത്തിലെ മേഘങ്ങൾ അങ്ങോട്ട് പോയിട്ടാണോ? ഇല്ല, ജപ്പാനിലെ കാലാവസ്ഥയും നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഇല്ല, ഇതുവരെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ ഈ പസഫിക്കിലെ ചില സിസ്റ്റങ്ങളും, അതായത് ടൈഫൂണൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ചൈനയോട് ചേർന്നിട്ടുള്ള പസഫിക്കിലെ ടൈഫൂണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട്. കാരണം ആദ്യം പറഞ്ഞ പോലെ ബൗണ്ടറീസ് ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ശക്തിയുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പം അവിടേക്കായിരിക്കും ഈ വായു പ്രവാഹം മുഴുവൻ വരുന്നത്, കാറ്റിൻ്റെ പ്രവാഹം മുഴുവനും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ അല്ലാതെ പശ്ചിമഘട്ടത്തിൽ ആ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. നമ്മളിപ്പോൾ കേരളം പോലൊരു സ്ഥലം എടുത്താൽ അതിൻ്റെ എത്ര കിലോമീറ്റർ പരിധി ആയിരിക്കും നമ്മളെ സ്വാധീനിക്കുന്ന മാറ്റങ്ങൾ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഇവൻറ്റുകൾ സംഭവിക്കുന്ന ഒരു പരിധി? എൽ നീനോ എന്ന് പറയുന്നത് തെക്കൻ അമേരിക്കയുടെ അടുത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മുടെ കേരളത്തിലെ മൺസൂണിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ഇത് ഈ സമുദ്രതലത്തിൽ മാത്രമല്ല, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ
മുകളിലേക്കുള്ള നിലയിലേക്കുണ്ടല്ലോ, അവിടെ നടക്കുന്ന മാറ്റങ്ങളും നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ പണ്ട് ഈ ലോങ് റേഞ്ച് ഫോക്കാസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചില ഘടകങ്ങളൊക്കെ ഉണ്ട്. അതായത് അന്റാർട്ടിക്കയിൽ മഞ്ഞ് എത്ര ഉരുകി, യൂറോപ്യൻ കോണ്ടിനെന്റ് മുകളിൽ എത്ര സ്നോഫോൾ ഉണ്ടായി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിരുന്നു. അതിന് നമ്മൾ പറയുന്നത് ടെലികണക്ഷൻസ് എന്നാണ്. അതായത് വിദൂരതയിലാണ് ഇരിക്കുന്നത്, പക്ഷേ കണക്ഷൻസ് ഉണ്ട്. അതെങ്ങനെ കണക്ഷൻ വരുന്നത്? കുറച്ച് ഫിസിക്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പം ഈ സ്നോ കവർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്നോ വീഴുമ്പം സ്നോയിലേക്ക് പതിക്കുന്ന സൂര്യപ്രകാശം അങ്ങനെ തന്നെ തട്ടി പ്രതിഫലിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സ്നോ ഉണ്ടെങ്കിൽ കൂടുതൽ സൂര്യപ്രകാശം തട്ടി ചിതറിപ്പോകും. അപ്പം അതായത് ഭൂമിയിൽ അത് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടുത്തെ വായു ചൂടാകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യത്യാസം വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ കണക്ഷൻ. ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. താങ്ക് യു. താങ്ക് യു.